ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ തന്നെയാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJP എത്രത്തോളം നേട്ടമുണ്ടാക്കുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. പക്ഷേ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJPക്ക് കടന്നു കയറാനും വലിയ നേട്ടമുണ്ടാക്കാനും സാധിക്കാതെ വരുന്നതിൽ പ്രധാന ഘടകം ദക്ഷിണേന്ത്യയിലുള്ള ന്യൂനപക്ഷ വോട്ടുകൾ തന്നെയാണ്. അതിലേറ്റവും നിർണായകമായതൊന്ന് കേരളത്തിൽ തന്നെയാണ്. കേരളത്തിൽ ഏതാണ്ട് 46% ന്യൂനപക്ഷ വോട്ടുകളുണ്ട്. ഈ വോട്ടുകൾ തന്നെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് BJPക്ക് ഒറ്റയ്ക്ക് മുന്നേറാൻ കഴിയാതെ പോകുന്നതും. ഏതാണ്ട് 27% മുസ്ലിം വോട്ടുകളും 19% വരുന്ന ക്രൈസ്തവ വോട്ടുകളുമാണ് ഇവിടുത്തെ ഒരു വിധി നിർണ്ണയിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഘടകം. നമ്മളത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. ആദ്യകാലങ്ങളിലത് വളരെ ശാന്തമായി അടിത്തട്ടിലൂടെയാണ് ഈ പ്രവർത്തനം നടന്നു വന്നതെങ്കിൽ ഇപ്പോൾ അത് പരസ്യമായി തന്നെ അവരുടെ നേതാക്കൾ പറയുന്നു, ഞങ്ങൾ തീരുമാനിക്കുന്നത് പോലെയാണ് കേരളത്തിൽ ആര് ഭരിക്കണം, ആര് ഭരണം, ആര് ജയിക്കണമെന്നൊക്കെ എന്ന് പരസ്യമായി പറയുന്ന നിലയിലേക്ക് അവർ വളർന്നിരിക്കുന്നു. ബാക്കി വരുന്ന ബഹുഭൂരിപക്ഷം എന്ന് പറയുന്ന ഹൈന്ദവ സമൂഹത്തിൻ്റെ വോട്ട് 54% ചുരുങ്ങിപ്പോവുകയും ചെയ്തിരിക്കുന്നു. ഈ 54% തന്നെ പല രാഷ്ട്രീയ പാർട്ടികളുണ്ട്. പക്ഷേ സംഘടിതമായ ന്യൂനപക്ഷ വോട്ടുകൾ ഒരിടത്തേക്ക് തന്നെ കേന്ദ്രീകരിക്കപ്പെടുമ്പോഴാണ് വലിയ ഭൂരിപക്ഷത്തിൽ വലിയ സീറ്റുകളിൽ കഴിഞ്ഞ തവണ UDF ജയിച്ച് കയറിയത്. അതിന് അനവധി കാരണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണത്തേക്ക് എത്തുമ്പോൾ ആ ന്യൂനപക്ഷ വോട്ടുകളുടെ ആ പഴയ ശക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കത് വിശകലനം ചെയ്യേണ്ടി വരും. ആ പഴയ ശക്തി ഇല്ല എന്ന് പറയുന്നതാകും കുറച്ചുകൂടി സത്യം. കാരണം 2019 വരെ ഈ മുസ്ലിം ക്രിസ്ത്യനും ഒന്നിച്ചു നിന്നാണ് വോട്ട് ചെയ്തതെങ്കിൽ ഇന്നത് അത്രത്തോളം ശക്തമല്ല. മുസ്ലിം വിഭാഗം ഇപ്പോഴും ഒരു BJP ആയി തന്നെ നിലകൊള്ളുകയാണ്. പക്ഷേ ക്രൈസ്തവ വിഭാഗത്തിന് അത്ര വെറുപ്പ് BJPയോട് ഇല്ല. അതിലൊരു ചെറിയ ശതമാനത്തിന് BJPയോട് അനുഭാവം ഉണ്ട് താനും. കാരണം അവരുടെ കണ്ണിൽ ഇനി കോൺഗ്രസ് എത്തില്ല, ഇനി അധികാരത്തിലെത്തുന്നത് നരേന്ദ്രമോദിയാണ്. അധികാരത്തിൽ ഏതു പാർട്ടി എത്തുന്നു അവരോടൊപ്പം നിൽക്കുന്ന ഒരു സമീപനമാണ് എക്കാലത്തും ക്രൈസ്തവ സംഘടനകൾ നമ്മുടെ രാജ്യത്ത് ഏറ്റെടുത്തിരുന്നത്. അതിന് കാരണം അനവധി കോളേജുകളും അനവധി സ്ഥാപനങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റേത് കൂടി സഹായത്താൽ ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ഭരണത്തിലിരിക്കുന്ന ആ കക്ഷിയെ പിണക്കിക്കൊണ്ട് മുൻപോട്ട് പോകാൻ ആ സമുദായം ഒരു കാലത്തും തയ്യാറായിട്ടില്ല. നമുക്കറിയാം, നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ DMK ആയാലും ADMK ആയാലും അധികാരത്തിലെത്തിയാൽ അവർ അധികം കേന്ദ്രത്തെ പിണക്കിക്കൊണ്ടുപോകുന്ന ഒരു നിലപാടെടുക്കില്ല. ഒരുപക്ഷെ ചില പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ഒരുപക്ഷെ നരേന്ദ്രമോദിക്കെതിരെയോ BJPക്കെതിരെയോ ഉണ്ടായെങ്കിൽ പോലും കേന്ദ്രവുമായ ഒരു ഏറ്റുമുട്ടലിന് ഇവരാരും തയ്യാറാകാത്ത ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. അതുപോലെ തന്നെ ആ ഒരു സമുദായം തന്നെയാണ് ക്രൈസ്തവ സമുദായം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം അവരുടെ സ്ഥാപനങ്ങളും അവരുടെ കാര്യങ്ങളും അവരുടെ നിലനിൽപ്പുമായി മുൻപോട്ട് പോകുന്നതിന് ഏത് കേന്ദ്ര സർക്കാർ ആയാലും കോൺഗ്രസ് ആയാലും BJP ആയാലും ഒക്കെ അവർക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്. ഒപ്പം തന്നെ അവരെ ഭീതിയിലാഴ്ത്തുന്ന മറ്റൊന്നുകൂടിയുണ്ട്. ലോകത്തെമ്പാടും അവരുടെ ദേവാലയങ്ങൾ ഉൾപ്പെടെ തീവ്ര ഇസ്ലാമിസ്റ്റ് ഭീകര സംഘടനകൾ തകർത്തെറിയുമ്പോൾ അവർക്കെതിരെ പോലും കുന്തിരിക്കം വാങ്ങി വെച്ചോ എന്ന് മുദ്രാവാക്യം വിളിക്കുമ്പോൾ, ഇല്ലെങ്കിൽ അവരുടെ തന്നെ ഇടയിലുള്ള ഒരു അധ്യാപകൻ്റെ കൈവെട്ടി എറിയുമ്പോൾ, ഇല്ലെങ്കിൽ അവർക്കെതിരെ തന്നെ ലവ് ജിഹാദ് പോലെ ഈ ക്രൈസ്തവ സമുദായം പറയുന്ന ചില വിഷയങ്ങൾ, ഈ അടുത്ത സമയത്ത് പൂഞ്ഞാറിൽ ഉണ്ടായ ഒരു വൈദികന് നേരെ ഉണ്ടായ ഒരു ആക്രമണ സംഭവങ്ങൾ, ഇതെല്ലാം അവർ ഭയചകിതരാണ്. അവർ പഴയതുപോലെ മതേതരത്വം പുഴുങ്ങി തിന്നതുകൊണ്ട് ഒരു സമുദായത്തിൻ്റെ കൂടെ നിന്ന് BJP താഴെ ഇറക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി പറയുന്നത്. ഇത് വെറുതെ അങ്ങ് പറഞ്ഞു പോകുന്നതല്ല. തൃശ്ശൂർ ചെല്ലുമ്പോൾ സുരേഷ് ഗോപിക്കായാലും തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരനും പത്തനംതിട്ടയിൽ അനിൽ ആൻ്റണിക്കുമൊക്കെ ഉണ്ടാകുന്നൊരു മുന്നേറ്റം, അതായത് ഒരു ലോക്കൽ പൾസുണ്ട്. ഈ പൾസ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണപ്പെട്ടവരും അത് ക്രിസ്ത്യാനിയോട് ചോദിക്കുമ്പോൾ അവന് വ്യക്തമായ രാഷ്ട്രീയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവൻ പറയുന്നൊരു കാര്യമുണ്ട്, കേന്ദ്രത്തിൽ ഇനി അധികാരത്തിൽ വരുന്ന നരേന്ദ്രമോദിയാണ്. ആ നരേന്ദ്രമോദിയുടെ കൂടെ ഇവിടുന്ന് ഒരാളെ കൂടെ പറഞ്ഞു വിട്ടാൽ ഇവിടെ എന്തെങ്കിലും വികസനം നടക്കുമെന്ന് പറയുമ്പോൾ വളരെ സ്പഷ്ടമാണ് അവരുടെ രാഷ്ട്രീയ മനസ്സ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതായത് ഇത്തവണ കേരളത്തിൽ ന്യൂനപക്ഷം സംഘടിതമായിട്ട് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. കാരണം അതിലൊരു ചെറിയ വിഭാഗത്തിന് ഇപ്പോൾ BJP തൊട്ടുകൂടാത്ത പാർട്ടിയല്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ ന്യൂനപക്ഷം എന്ന് പറയുന്ന ആ വോട്ട് ബാങ്ക് കാണിച്ചുകൊണ്ട് കരുത്ത് നേടിയതും എന്തെങ്കിലുമൊക്കെ നേടിയിട്ടുണ്ടെങ്കിലും അത് മുസ്ലിം സമുദായത്തിലുള്ള ചില രാഷ്ട്രീയ നേതാക്കൾ മാത്രമാണ്. തങ്ങൾ ന്യൂനപക്ഷം വിചാരിച്ചാൽ എന്തും നടക്കുമെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ ഭയപ്പെടുത്തിക്കൊണ്ട് അവർ നേടിയെടുത്ത ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. ഇല്ലെങ്കിൽ അവർ വരച്ച വരയിൽ നിന്ന് ചില രാഷ്ട്രീയ നേതാക്കളും ഭരണകൂടങ്ങളും ഉണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പോടുകൂടി അത് ഏതാണ്ട് ഇല്ലാതാകുന്നു. കാരണം മധ്യ തിരുവിതാംകൂറിലും മറ്റുമൊക്കെ അതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ കഴിയും. തിരുവനന്തപുരത്തായാലും മറ്റുള്ളിടത്തായാലും ഒക്കെ ഈ ക്രൈസ്തവ മേഖലയിൽ കുറച്ചുപേരെങ്കിലും BJPയുടെ അനുഭാവം പ്രകടിപ്പിക്കുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, പകരം
ഈ കേന്ദ്രത്തിലേക്ക് അധികാരത്തിലെത്തുകയും കേന്ദ്രത്തിൻ്റെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആ ക്രൈസ്തവ സമൂഹത്തിന് വലിയ ദുരിതങ്ങൾ നേരിടേണ്ടി വന്നിട്ടില്ല എന്നുള്ളതും ഇവിടെ മണിപ്പൂർ ഉയർത്തിക്കൊണ്ടാരും വരാൻ നിൽക്കേണ്ട. കാരണം മണിപ്പൂരിൽ ക്രിസ്ത്യാനി ഉണ്ടായി തുടങ്ങിയിട്ട് 300 വർഷത്തിൽ താഴെയാകുന്നുള്ളൂ. അതിന് മുമ്പുള്ള ക്രിസ്ത്യാനികളാണ് ഇവിടെയുള്ളത്. ആ 300 വർഷത്തിൽ താഴെയായ ക്രിസ്ത്യാനികൾ എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ 2 ഗോത്രവർഗ വിഭാഗത്തിൽപ്പെടുന്നവരെ മാമോദീസ മുക്കി ക്രിസ്ത്യാനികളാക്കിയതാണ്. അവർ പണ്ടും പോരടിച്ചിരുന്നു, ഇപ്പോഴും പോരടിച്ചിരുന്നു, നാളെയും അവർ പോരടിക്കാം. ആത്യന്തികമായി പറഞ്ഞാൽ, ബേസിക്കലി പറഞ്ഞാൽ അവർ 2 ഗോത്രവർഗ്ഗങ്ങളാണ്. അവരെ ക്രൈസ്തവരാക്കി എന്നുള്ളത് തന്നെയാണ് മറ്റൊരു കാര്യം. അതായത് ഒരു ക്രൈസ്തവൻ മറ്റൊരു ക്രൈസ്തവനെ കൊല്ലുന്നു എന്ന് പറയാൻ മടിയുള്ളതുകൊണ്ട് നമ്മൾ പറയും ഒരു ക്രൈസ്തവൻ്റെ നേർ മറ്റുള്ളവൻ ആക്രമിക്കുന്നു. 2 ഗോത്രവർഗ്ഗ വിഭാഗങ്ങളാണ്. വളരെ കൗതുകരമായ കാര്യം, ഇവരെ മാമോദീസ മുക്കി പേര് മാറ്റി ബൈബിൾ കൊടുത്തു എല്ലാം ചെയ്തെങ്കിലും അവരുടെ ആചാരത്തിൽ നിന്ന് ഇന്ന് വരെ മാറിയിട്ടില്ല. 100 വർഷം ഈ മിഷണറിമാർ പണിയെടുത്തിട്ടും ഈ കൊക്കികളും മെയ്ത്തികളും ഒന്നും ക്രൈസ്തവ ആചാരങ്ങളിലേക്ക് വന്നിട്ടില്ല. അവരവരുടെ ഗോത്ര ആചാരങ്ങൾ തന്നെയാണ്. അതായത് ഒരു ഭാഗത്ത് ഗോത്രവർഗ്ഗമായി അവർ നിലകൊള്ളുകയും മറുഭാഗത്ത് മേമ്പടിയായി അവരുടെ സമുദായം കൊണ്ടു നടക്കുകയും ചെയ്യുന്നു. അതാണ് അവിടുത്തെ മണിപ്പൂരിൻ്റെ ചരിത്രം. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. കേരളത്തിൽ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഇപ്പോൾ ഇടതുപക്ഷവും വലതുപക്ഷവും പോലും അത് ഉപയോഗിക്കാൻ കഴിയാത്ത വിധം ദുർബലമായിരിക്കുന്നു. കാരണം ഇന്ന് സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ യഥാർത്ഥ ചരിത്രം വ്യക്തമാണ്. ഇനി അവിടെയും ഇവിടെയും കിടന്ന് ആരെങ്കിലും നമുക്ക് മണിപ്പൂർ എന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ ഇന്ന് ക്രൈസ്തവ സമൂഹവും തയ്യാറല്ല. കാരണം അവർക്ക് വേണ്ടത് ശക്തമായൊരു ഭരണാധികാരിയാണ്. അവരുടെ ജീവന് വില പറയുന്ന ഭീകരർക്ക് മുൻപിൽ നട്ടലുയർത്തി നിൽക്കുന്ന ഭരണാധികാരിയാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പാടെ മാറിമറിയും. കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷമല്ല, സോഷ്യൽ എഞ്ചിനീയറിംഗിൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ കെട്ടിപ്പൊക്കിയ ചില മനക്കോട്ടകൾ. ഇതിനാണ് ന്യൂസ് ഞാൻ വളരെ പോയിന്റ്. നന്ദി, നമസ്കാരം.